കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സുധീഷ് വിഷമത്തോടെ ഇരിക്കുക. സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിധിക്ക് എന്നോടുള്ള ദേഷ്യം മാറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നുണ്ട്, നീയല്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത്? നിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ? അവളെ റൂമിൽ പോയിട്ട് കുറ്റിയിട്ടിട്ട് അവളെ കട്ടിൽ കയറി കിടക്കാൻ നിൻ്റെ അടുത്ത് പറഞ്ഞോ? ആര് പറഞ്ഞതാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അതാ നിനക്ക് പറഞ്ഞ തെറ്റ്. എന്തായാലും നീ ചെയ്ത തെറ്റ് ഒരിക്കലും തെറ്റല്ലാതാവുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നിധി എങ്ങനെയാണ് നിൻ്റെ അടുത്ത് പെരുമാറുന്നതെന്ന് നിനക്കറിയാം. പക്ഷേ നീ അത് അറിഞ്ഞിട്ടല്ലേ നീ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ നീ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തരുത്. ഞാൻ എന്ത് ചെയ്യാനാ ഇനി എന്ത് ചെയ്യാനാ? ഇനി അവളെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? എന്ത് ചെയ്തായിട്ടും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടെ പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് അച്ഛൻ നിൽക്കുന്നത് കണ്ട് ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ തെറ്റുകാരൻ ഞാൻ മാത്രം. നിങ്ങൾ എൻ്റെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചില്ലേ? എന്തായാലും ഞാൻ ഇനി എന്ത് ചെയ്യും? നിധി ഇനി എന്നെ എങ്ങനെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും സുധീഷ് പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, ഇനി ഞാൻ നിധിയെ ഇനി എങ്ങനെ വിളിക്കും? അങ്ങനെ ഫോണെടുത്ത് ആലോചിച്ചിട്ട് നിന്നിട്ട് ഒരു നിമിഷം ആലോചിക്കുക. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ നിധിയെ ഫോൺ ചെയ്യുന്നുണ്ട്. നിധി ഫോൺ ചെയ്തപ്പോഴത്തേക്ക് നിധി ഫോൺ കണ്ടിട്ട് ദേഷ്യത്തോടെ കട്ടാക്കി കളയുകയാണ് ചെയ്തത്. ഇതിങ്ങനെ കേട്ടതും കണ്ടതും എല്ലാ കാര്യങ്ങളും അനിയന്മാരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അനിയൻ്റെ അടുത്ത് പോകുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട്, എന്തായാലും എങ്ങനെയാണ് നിധി ചേച്ചി പെരുമാറിയതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അത് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ രീതിയിൽ നല്ലതായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്കാണ് എല്ലാം കുഴപ്പിച്ചത്. എന്ത് ചെയ്യാനാ? ഇതിന് തെറ്റ് നിങ്ങൾ കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പം സങ്കടത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വീണ്ടും ഇരുന്നിട്ട് പറയുക, ഞാനിനി നിധി എങ്ങനെയെങ്കിലും എൻ്റെ ഉള്ള ദേഷ്യം ഒന്ന് മാറ്റിയെടുക്കണം. എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാറും, അത് തനിയെ തോന്നും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് അനിയൻ. അങ്ങനെ സുധീഷ് ഇരിക്കുന്ന കണ്ടിട്ട് ഭാസ്കരൻ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഭാസ്കരനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഫോൺ കട്ടാക്കി കളഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒരു വീട് അന്വേഷിച്ച് തരണം, എനിക്ക് അവിടെ നിന്ന് താമസം മാറണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? അതെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്, എനിക്ക് സൗകര്യത്തിന് വരാനും പോകാനൊക്കെ എളുപ്പത്തിന് ഒരു വീട് വേണമെന്ന് തോന്നുന്നുണ്ട്. അതിനെന്താ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിനക്ക് നോക്കാം, ഞാൻ അവിടെ അന്വേഷിക്കാം, നീ എൻ്റെ കൂടെ ഇന്ന് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നിധിയും ഫ്രണ്ടും കൂടെ താമസിക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്, താമസിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്കും അവിടുത്തെ മേഡം പറയുന്നുണ്ട്, അത് ഒരു ഗസ്റ്റിനെ ഒന്നും ഇപ്പോൾ താമസിപ്പിക്കുന്നില്ല എന്ന് ഇപ്പോൾ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഗസ്റ്റായിട്ടല്ല, ഇനി ഇവിടെ താമസിക്കാൻ വേണ്ടി റൂം അന്വേഷിച്ചാണ് വന്നത്, അതിന് വേണ്ടിയാ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിനെന്താ, അത് നമുക്ക് റൂമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറണം എന്നുള്ള ചിന്ത മാത്രമേ നിധിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചെയ്ത ഒരു തെറ്റ് കാരണം സുധീഷ് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുമെന്ന് പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്ത് വെച്ചിരുന്നാലും അവിടുത്തെ യാത്ര പറഞ്ഞ് എനിക്കിവിടെ വരേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നിധി ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആ വീട്ടുകാരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല, അവിടെയുള്ള ഒരു കാര്യവും. എന്തായാലും എനിക്കിപ്പോൾ അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് എന്ന് നിധി പറയുന്നുണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത്. ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ എടുത്ത തീരുമാനം നല്ലതാണ്, അവിടെ നിന്ന് മാറി താമസിക്കണം, അതാ ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നിധിയും തീരുമാനിച്ചു, എന്തായാലും മാറി എന്നെ ചെയ്യാം, ഇവിടെ റൂമും കിട്ടിയല്ലോ. അങ്ങനെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ സുധീഷിൻ്റെ ഈ വിഷമങ്ങൾ എല്ലാവരും വീട്ടിലറിഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുക. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സുധീഷ് ഒരു സങ്കടഭാവത്തിൽ ഇരിക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അവർക്കിത് കാണുമ്പോൾ തന്നെ അവർക്കും സങ്കടമാവുന്നുണ്ട്. എന്തായാലും
നിധി ഇനി എങ്ങനെയാണ് ഇനി പെരുമാറുന്നത്, ഇനി ആരൊക്കെയായിരുന്നു, ഇനി ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത മാത്രമേ സുധീഷിനുള്ളൂ. അങ്ങനെ സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. അല്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ ചെയ്യണം. ഞാൻ പറയട്ടെ എന്നും പറയുന്നുണ്ട്.